Hello everyone, welcome back to my channel. Plus 2 English Model Exam 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 2 പാർട്സ് അപ്ലോഡ് ചെയ്തു. ഇതൊരു തേർഡ് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11 മുതൽ ഇതിൽ പറയാം. നോക്കാം. The teacher in Crime and Punishment shares bad experiences he had with the boy with one of his friends. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടീച്ചറിനുണ്ടായ എക്സ്പീരിയൻസസ് ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാണ്. റൈറ്റ് 2 pieces of advice that you would give the teacher if you were his friend. നിങ്ങൾ ടീച്ചറിൻ്റെ ഫ്രണ്ടാണെന്നെങ്കിൽ നിങ്ങൾ അഡ്വൈസ് കൊടുക്കുമല്ലോ ടീച്ചറിന്. എങ്ങനെ കുട്ടീനോട് ബിഹേവ് ചെയ്താലാണ് കുട്ടി അനുസരിക്കുക എന്നൊക്കെ നമ്മൾ അഡ്വൈസ് കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മളാണ് ടീച്ചറിൻ്റെ ഫ്രണ്ട് എങ്കിൽ എന്ത് അഡ്വൈസാണ് ടീച്ചറിന് കൊടുക്കുക? ഇതാണ് ചോദ്യം. ഇപ്പോൾ 2 അഡ്വൈസസ് എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, യു ഷുഡ് ബി പേഷ്യൻറ്റ്. അതായത് ക്ഷമ ഉള്ള ഒരാളായിരിക്കണം അല്ലേ. നമ്മുടെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ക്ഷമ വേണ്ട ഒരു ഫീൽഡാണ്. അപ്പോൾ യു ഷുഡ് ബി പേഷ്യൻറ്റ്. അതേപോലെ നോക്കിയേ, യു ഷുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ലെസ് സീരിയസ്ലി. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കരുത്. കുറച്ച് സീരിയസ്നെസ് കുറച്ചും എടുത്താൽ മതി കേട്ടോ. അതായത് ഇപ്പോൾ ലെസ് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ ഇതാണ് 2 അഡ്വൈസസ്. നിങ്ങളുടെ ഇഷ്ടമുള്ള അഡ്വൈസസ് ഇതിൽ എഴുതാം. ഇനിയത്തെ ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. സെലക്ട് ദി ഇഡിയംസ്. ഇർഫാൻ ആലം പ്രൂവ്സ് ടു ബി എ ഗ്രേറ്റ് സോഷ്യൽ ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾ, ബിസിനസ് മാൻ. ഹു ക്യാൻ ഡാഷ്. അവിടെ നോക്കിക്കേ, സിറ്റ് ഓൺ ദ ഫെൻസ്, തിങ്ക് ഔട്ട് ഓഫ് ബോക്സ്. 2 ഇഡിയംസ് ഉണ്ട്. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഡിസൈഡഡ്, തീരുമാനമൊന്നും എടുക്കാൻ പറ്റാത്തത് എന്നാണ് മീനിങ്. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തിങ്ക് ക്രിയേറ്റീവ്ലി എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ ഇർഫാൻ ആലം ഒരു ഗ്രേറ്റ് സോഷ്യൽ ഓൺട്രപ്രണറാണ്. അദ്ദേഹം എന്താണ്, തിങ്ക് ഔട്ട് ഓഫ് ബോക്സ്, അതായത് ടു തിങ്ക് ക്രിയേറ്റീവ്ലി, അദ്ദേഹം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ടാണ് ഇവിടെ തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ വന്നത്. അടുത്ത് നോക്കിയേ, ആൻഡ് കം അപ്പ് വിത്ത് ഡാഷ് ഐഡിയാസ്. ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണോ ദ ലാസ്റ്റ് സ്ട്രോ ആണോ? ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ പുതിയ ഐഡിയാസിനെയാണ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറയാം. ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇവൻറ്റ് ദാറ്റ് ലീഡ്സ് ടു എ ബ്രേക്കിംഗ് പോയിൻറ്റ്. അതായത് ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയില്ലേ, അതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഒരു ഞാൻ ക്ഷമിച്ചത്, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത് പിന്നെ ചെയ്തിട്ടില്ല, അത് ഞാൻ വിട്ട് കളഞ്ഞ് അയാളെ, കണ്ടോ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അതിനെയാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യില്ലേ, അതാണ് ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, അവിടെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല, ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ അവിടെ നിന്ന് പോന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്, അതിനെയാണ് ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുക. ഫൈനൽ ഇവൻറ്റ് ദാറ്റ് ലീഡ്സ് ടു എ ബ്രേക്കിംഗ് പോയിൻറ്റ്. ഓക്കെ, ഇവിടെ അതിൻ്റെ ആൻസർ എന്താണ്? ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ്, പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവരുന്ന ഒരു ആൾ. അപ്പോൾ ഇർഫാൻ ആലമിന് ഒരു ബിസിനസ്മാൻ എന്ന നിലയ്ക്ക് ഫിറ്റായിട്ടുള്ള 2 ഇഡിയംസാണ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സും ഗ്രൗണ്ട് ബ്രേക്കിങ്ങും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് കേട്ടോ. ദ സ്റ്റോറി മാച്ച് ബോക്സ് റിഫ്ലെക്ട്സ് ദ പ്ലൈറ്റ് ഓഫ് വിമൻ ട്രാപ്ഡ് ഇൻ ദ ചെയിൻസ് ഓഫ് എ പാട്രിയാർക്കൽ സൊസൈറ്റി. മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു വുമൻ്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പാട്രിയാർക്കി, മെയിൽ ഡോമിനൻസ് ഉള്ള ഫാമിലിയിലെ വുമൺ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി. മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ റിവ്യൂ എഴുതണം. ഹൈലൈറ്റിംഗ് ഇറ്റ്സ് തീം ആൻഡ് കോൺടെമ്പററി റെലവൻസ്. ഇന്നത്തെ കാലത്ത് ആ ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തീമിൻ്റെ റെലവൻസ് കാണിക്കാം. ഇതിലത്തെ തീം എന്താണെന്നും പറയണം, അതിൻ്റെ റെലവൻസും പറയാം. ഇവിടെ നോക്കിക്കേ, ഇതാണ് റിവ്യൂ, ശ്രദ്ധിക്കുക. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ദ തീംസ് ഓഫ് പാട്രിയാർക്കി, ഒപ്രഷൻ ആൻഡ് ഫീമെയിൽ എംപവർമെൻറ്റ് അല്ലേ. ഈ ഒരു മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ എന്തൊക്കെയാണ് തീംസ് വരുന്നത്? പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ മെയിലിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, മെയിൽ ഡോമിനൻസ്. ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഒപ്രഷൻ എന്ന് പറയുക. ആൻഡ് ഫീമെയിൽ എംപവർമെൻറ്റ് അല്ലേ, വിമന് പവർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തീമാണ് ഇവിടെ ഉള്ളത്. ദ മാച്ച് ബോക്സ് സെർവ്സ് ആസ് എ പവർഫുൾ സിമ്പിൾ. മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ഇത് എന്താണ്,
ഒരു പവർഫുൾ സിമ്പിളായിട്ടാണ് ഈ കഥയിൽ കാണിക്കുന്നത്. കമ്പയറിങ് വിമൻ ടു മാച്ച് ബോക്സസ് ദാറ്റ് അപ്പിയർ മീക്ക് ബട്ട് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ഇഗ്നൈറ്റ് ഫയേഴ്സ് അല്ലേ. അതായത് ഇവിടെ വിമനെയാണ് മാച്ച് ബോക്സിനോട് കമ്പയർ ചെയ്തേക്കുന്നത്. കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ അതിന് നല്ല പവറുണ്ട്, എല്ലാം കത്തിക്കാനുള്ള പവറുണ്ട് അല്ലേ. ഇഗ്നൈറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ ആ കത്തിക്കാൻ എന്നുള്ളൊരു മീനിങ്ങിലാണ്. നോമിത, ദ പ്രൊട്ടാഗോണിസ്റ്റ്, ഇസ് എ കോംപ്ലെക്സ് ക്യാരക്ടർ whose struggles and emotions evoke empathy from the readers. നോമിത എന്ന് പറയുന്നതാണ് മെയിൻ ക്യാരക്ടർ. ഒരു കോംപ്ലെക്സ് ക്യാരക്ടറാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവളോട് റീഡേഴ്സിനൊരു എമ്പത്തി തോന്നും. ഹർ ഹസ്ബൻഡ് അജിത് represents oppressive patriarchal society, showcasing a lack of empathy and understanding. അജിത്താണ് നോമിതയുടെ ഹസ്ബൻഡ്. അദ്ദേഹത്തിന് ഒരു എമ്പത്തി ഒന്നുമില്ല, അതേപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ഒരാളാണ് അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ. നെക്സ്റ്റ് വൺ, ദ ക്യാരക്ടർ ഓഫ് നോമിതാസ് മദർ ആഡ്സ് ഡെപ്ത് ടു ദ സ്റ്റോറി. ഇവിടെ നോമിതയുടെ പോലെ തന്നെയാണ് നോമിതയുടെ മദർ ക്യാരക്ടർ വരുന്നത്. ഹൈലൈറ്റിംഗ് ദ സ്ട്രഗിൾസ് ഓഫ് പോവർട്ടി ആൻഡ് ഇമോഷണൽ ബർഡൻ ഓൺ വിമൻ ഉണ്ടാവുന്ന ആ ഒരു ഇമോഷണൽ ബേർഡൻസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പോവേർട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ കാണാം, ഹെൽപ്ലെസ്നെസ്സൊക്കെ കാണാം. അവിടെ നോമിതയുടെ അമ്മയുടെ ക്യാരക്ടറും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. The story provides a scathing commentary on the societal norms and expectations imposed on women. ഈ സ്റ്റോറിയിൽ ഒരു സ്കേത്തിങ് കൊമൻട്രി, സ്കേത്തിങ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് വെരി ഹാർഷ്, അതായത് കുറച്ച് ഹാർഷായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു കൊമൻട്രി കാണിക്കുന്നുണ്ട് അല്ലേ. സൊസൈറ്റൽ നോംസ്, സൊസൈറ്റിയിൽ എങ്ങനെ വേണം കാര്യങ്ങൾ, സൊസൈറ്റിയിലെ എക്സ്പെക്റ്റേഷൻസിനോടൊക്കെ ഉള്ള ആ ഒരു കൊമൻറ്ററി, കുറച്ച് ക്രൂവലായിട്ടുള്ള കൊമൻട്രിയാണ് ഈ സ്റ്റോറിയിലുള്ളത്. ഇമ്പോസ്ഡ് ഓൺ വിമനിൽ എങ്ങനെയാണെന്നുള്ളതാണല്ലോ മെയിൻ. ഇറ്റ് ഷെഡ്സ് ലൈറ്റ് ഓൺ ദ ഓപ്രസീവ് നേച്ചർ ഓഫ് പാട്രിയാർക്കൽ സൊസൈറ്റീസ്. സൊസൈറ്റിയിൽ മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ആ ഒരു സൊസൈറ്റിയിലത്തെ ആ ഒരു നേച്ചറിനെ പറ്റിയിട്ടും ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വെയർ വിമൻ ആർ ട്രീറ്റഡ് ആസ് സബോർഡിനേറ്റ്. സ്ത്രീകളെ എങ്ങനെയാണ് താഴ്ന്നല്ലേ കാണുന്നുള്ളൂ. ആൻഡ് ദെയർ ഇമോഷൻസ് ആൻഡ് ഡിസൈർസ് ആർ ഡിസ്റിഗാർഡഡ്. സ്ത്രീകളുടെ ഇമോഷൻസും അവരുടെ ആഗ്രഹങ്ങളെല്ലാം മൈൻഡ് പോലും ചെയ്യാതെ അവോയ്ഡ് ചെയ്തിട്ടേക്കുന്നതാണ്. The climax of the story where Nomita sets fire to her sari is a powerful moment of defiance and resistance. ഇവിടെ നോമിത ദേഷ്യം വരുമ്പോൾ സാരി കത്തിക്കുന്നത് ശരിക്കും ഒരു ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ഒബീഡിയൻസ്, ഒരു അനുസരണ ഇല്ലാത്തൊരു ഇത് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഇതിനെല്ലാം എതിർത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ദ റെസൊല്യൂഷൻ വെയർ അജിത് ട്രൈസ് ടു കാം നോമിത ഡൗൺ ഹൈലൈറ്റ്സ് ദ ഷിഫ്റ്റ് ഇൻ പവർ ഡൈനാമിക്സ്. അത് കഴിഞ്ഞ് അജിത്ത് തിരിച്ചെന്താണ് നോമിതയെ കാമാക്കാൻ നോക്കുന്നുണ്ട്. അവിടെ പവർ ഡൈനാമിക്സിലൊരു ഷിഫ്റ്റ്, അതായത് ഇത്രയും നേരം മെയിൽ ഡോമിനൻ്റ് ആയിട്ട് നിന്ന് അജിത്ത് മാറുവാണ്. അവിടെ നോമിതയ്ക്കാണ് പവർ വരുന്നത്. കണ്ടോ, അവിടെ ഒരു ഷിഫ്റ്റ് ഇൻ പവർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആ വുമൻ്റെ ആ ഒരു പവറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം കത്തിക്കാനുള്ള പവർ ഉണ്ട്. അപ്പോൾ അവിടെ പവർ ഡൈനാമിക്സ് മാറി. ആദ്യം മെയിൽ ഡോമിനൻ്റ് ആയിരുന്ന അജിത്ത് മാറി. ആശാപൂർണ ദേബീസ് റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് സിമ്പിൾ യെറ്റ് ഇഫക്റ്റീവ്. ആശാപൂർണ ദേബിയുടെ റൈറ്റിംഗ് സ്റ്റൈൽ ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ഇഫക്റ്റീവാണ്. കൺവേയിങ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് സൊസൈറ്റൽ നോംസ് അല്ലേ. ഹ്യൂമൻ ഇമോഷൻസ് കാണും, അതേപോലെ സൊസൈറ്റിയിലത്തെ നോംസ്, എങ്ങനെയാണ് കാര്യങ്ങൾ, എന്നെങ്ങനെയൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആശാപൂർണ ദേബി പറയുന്നുണ്ട്. മാച്ച് ബോക്സ് ഇസ് എ തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റോറി ദാറ്റ് ഷെഡ്സ് ലൈറ്റ് ഓൺ ദ സ്ട്രഗിൾസ് ഓഫ് വിമൻ ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റീസ്. ഈ ഒരു സ്റ്റോറിയിൽ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വിമൻ്റെ സ്ട്രഗിൾസ് കാണാം. ത്രൂ നോമിതാസ് ജേർണി ആശാപൂർണ ദേബി മാസ്റ്റർഫുള്ളി ഹൈലൈറ്റ്സ് കോൺസിക്വൻസസ് ഓഫ് ഒപ്രഷൻ്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ പവർ ഓഫ് ഫീമെയിൽ റെസിസ്റ്റൻസിൻ്റെ പവർ നമുക്ക് കാണാൻ സാധിക്കും. The story serves as a powerful commentary on societal norms and expectations, making it a must-read for anyone interested in feminist literature and social commentary. Social commentary, feminist literature ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് റീഡ് ആയിട്ടുള്ളൊരു വർക്കാണ് മാച്ച് ബോക്സ്. ഇത് ഒരു റിവ്യൂ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. ഓക്കെ, റിവ്യൂ എഴുതാം. ഓക്കെ, ഇതൊരു മോഡൽ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റിഫൈ ദി ടൈറ്റിൽ മെൻഡിങ് വാൾ എന്ന് പറയുന്ന ടൈറ്റിലിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ. ദ പോയംസ് നറേറ്റീവ് റിവോൾവ്സ് അറൗണ്ട് ദി ആക്ട് ഓഫ് റിപ്പയറിങ് എ സ്റ്റോൺ വാൾ ദറ്റ് സെപ്പറേറ്റ്സ് ദ സ്പീക്കേഴ്സ് പ്രോപ്പർട്ടി ഫ്രം ഹിസ് നെയ്ബേഴ്സ് അല്ലേ. ഈ ഒരു പോയം എന്ന് പറയുന്നത് അതിന് ചുറ്റിയുള്ള കാര്യങ്ങളാണ്. ഒരു റിപ്പയറിങ്
മെൻഡിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് റിപ്പയറിംഗ് ആണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പോയിറ്റിൻ്റെ നെയ്ബറും തമ്മിൽ ഉള്ള ഇടയ്ക്കുള്ളൊരു വാളിൻ്റെ റിപ്പയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ദ ടൈറ്റിൽ ആക്യുറേറ്റ്ലി റിഫ്ലെക്ട്സ് ദിസ് സെൻട്രൽ ആക്ഷൻ. ഈ ഒരു കാര്യം തന്നെയാണ് ടൈറ്റിൽ കൃത്യമായിട്ട് പറയുന്നത്. ദ വാൾ സെർവ്സ് ആസ് എ സിമ്പിൾ ഫോർ ബാരിയേഴ്സ്, അല്ലേ? തടസ്സം, അതിർത്തി, അതിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ് ഈ വാൾ എന്ന് പറയുന്നത്. ആൻഡ് ഡിവിഷൻസ് ദറ്റ് ഹ്യൂമൻ ക്രിയേറ്റ്, ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന ഒരു അതിർത്തി, ഡിവിഷൻസിൻ്റെയൊക്കെ സിമ്പിളാണ് വാൾ. ദി ആക്ട് ഓഫ് മെൻഡിങ് ദ വാൾ റെപ്രസെൻറ്റ്സ് ദ ഓൺഗോയിങ് എഫേർട്ട് ടു മെയിൻറ്റെയിൻ ദീസ് സെപ്പറേഷൻസ്. ഈ വാള് റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതെന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സെപ്പറേഷൻസ് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ള ഒരു ഐഡിയ ആണ് അതിൽ നിന്ന് വരുന്നത്. ഇത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു വർക്കാണ്, അല്ലേ? അതും കൂടി ഒന്ന് ഓർക്കാം. നെക്സ്റ്റ് വൺ നോക്കിക്കേ. യു ആർ ദി ആങ്കർ ഓഫ് എ പോപ്പുലർ TV ചാനൽ. നിങ്ങളൊരു പോപ്പുലർ TV ചാനലിലെ ആങ്കറാണ്. ആൻ്റോണി ആൻഡ് ഫിലിക്സ് ആർ ഇൻവൈറ്റഡ് ആസ് ഗസ്റ്റ് ഫോർ ദി മോർണിംഗ് ഷോ ഓൺ ദ ഡേ ദറ്റ് ഫോളോസ് ദ ബോക്സിംഗ് മാച്ച്. ബോക്സിംഗ് മാച്ചിനെ കുറിച്ചാണ് അമിഗോ ബ്രദേഴ്സിൽ പറയുന്നത്. ആ ടൂർണമെൻറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ആൻ്റോണിയോനെയും ഫിലിക്സിനെയും ഗസ്റ്റായിട്ട് വിളിച്ചേക്കാണ്. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് ദം ടു ദ വ്യൂവേഴ്സ്? എങ്ങനെയാണ് ഇവരെ നിങ്ങൾ വ്യൂവേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഫോർ ദി ഇൻട്രൊഡക്ഷൻ. അതിൻ്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, നമ്മുടെ പ്രോഗ്രാമാണ് സെലിബ്രിറ്റി ടോക്ക്. ഓക്കെ, വെൽക്കം ടു സെലിബ്രിറ്റി ടോക്ക്. ടുഡേ വി ഹാവ് ഗോട്ട് ആൻ എക്സ്പ്ലോസീവ് ഷോ ഫോർ യു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ലൈം ലൈറ്റിൽ നിൽക്കുന്നവരില്ലേ എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ഇവരുടെ ആ ഒരു ബോക്സിംഗ് ഒക്കെ എല്ലാവരും മീഡിയാസൊക്കെ വഴി കണ്ടത്. അപ്പോൾ അവരാണ് ഇപ്പോൾ സെലിബ്രിറ്റീസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എന്ന് വെച്ചാൽ അത്ര സെൻസേഷണൽ ആയിട്ടുള്ള 2 പേരാണ്. അപ്പോൾ അവരുടെ ഒരു പരിപാടിയാണ് നടക്കാൻ പോണേ. അതുകൊണ്ടാണ് ആ ഒരു എക്സ്പ്ലോസീവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രഷ് ഫ്രം ദിയർ ത്രില്ലിംഗ് മാച്ച്, പ്ലീസ് വെൽക്കം ദി അമിഗോ ബ്രദേഴ്സ്, ആൻ്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാർഗാസ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മളെന്താണ് ഫ്രഷ് ഫ്രം ദ മാച്ച്, അവരുടെ മാച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ അവരെ നമ്മൾ വെൽക്കം ചെയ്യാണ്. ദീസ് 2 ടാലൻറ്റഡ് ബോക്സേഴ്സ് റെപ്രസെൻറ്റഡ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ പ്രസ്റ്റീജിയസ് ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ്. ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഗോൾഡൻ ഗ്ലൗ ടൂർണമെൻറ്റിൽ ഇവരായിരുന്നു. ബട്ട് വാട്ട് മേക്സ് എ സ്റ്റോറി ഈവൻ മോർ റിമാർക്കബിൾ ഇസ് ദർ അൺബ്രേക്കബിൾ ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അവരുടെ സ്റ്റോറി ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കാനുള്ള വേറെ കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. ഡെസ്പൈറ്റ് ബീങ് ഒപ്പോണൻസ് ഇൻ ദി റിംഗ്, അതായത് അവർ 2 പേരും റിങ്ങിൽ ഒപ്പോണൻസ് ആയിട്ട് മാച്ച് ചെയ്തതെങ്കിൽ പോലും, ഫൈറ്റ് ചെയ്തതെങ്കിൽ പോലും, ആൻ്റോണി ആൻഡ് ഫിലിക്സ് ഹാവ് ബീൻ ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ഫോർ ഇയേഴ്സ്. അവർ 2 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട്. ട്രെയിനിങ് ടുഗദർ, ഒരുമിച്ചാണ് മാച്ചിന് വേണ്ടി ട്രെയിനിങ് ചെയ്തിരുന്നത്. ആൻഡ് സപ്പോർട്ടിങ് ഈച്ച് അതർ എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിരുന്നു. ഡോണ്ട് മിസ് ദിസ് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആസ് ദേ ഷെയർ ദ സ്റ്റോറി ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഈ ഇൻ്റർവ്യൂ മിസ് ചെയ്യരുത്, കാരണം അവരവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യും. ദാറ്റ് ഫിയേഴ്സ് കോമ്പറ്റീഷൻ, ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ബോൾഡായിട്ട് നടത്തിയ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യങ്ങൾ പറയും. ആൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി അമിഗോ ബ്രദേഴ്സ്. അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും കൂടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഷോയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂയിലൂടെ മനസ്സിലാവും. സ്റ്റേ ട്യൂൺഡ്. ഫോക്സ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, റെഡി ആയിരിക്കുക എന്നുള്ള സെൻസിലാണ് ഇത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പാർട്ട് 3 വീഡിയോയിൽ ചെയ്തേക്കുന്നത്. പാർട്ട് 4 ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.